നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ജീവിതം ഒന്ന് പച്ച പിടിച്ചു തുടങ്ങുമ്പോഴായിരിക്കും പ്രധാനമായിട്ടും ഈ കണ്ണേറ് ദൃഷ്ടിദോഷവും ഒക്കെ നമുക്ക് കേൾക്കുന്നത്. ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, കണ്ണേറും ദൃഷ്ടിദോഷവും കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്നുള്ളത്, ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളത്. ഈ കണ്ണേറും പ്രാക്കുമൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് നടക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് ഏൽക്കുന്നത്. നമ്മുടെ ജീവിതം എന്നും നശിച്ചു കിടന്നു കഴിഞ്ഞാൽ കണ്ണേറും ഇല്ല, പ്രാക്കും ഇല്ല, ആർക്കും പരാതിയും ഇല്ല, പരിഭവവും ഇല്ല. എന്നാൽ ചെറിയ രീതിയിലൊന്ന് രക്ഷപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ണേറായി, പ്രാക്കായി, പരാതിയായി, എരിച്ചിലായി, പരിഭവമായി, പിന്നെ പറയണ്ട അല്ലെ. ഈ കണ്ണേറ് അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ഏൽക്കാം. ഒന്ന് മനസ്സ് വെച്ച് എരിയുന്നത്, അല്ലെങ്കിൽ മനസ്സിൽ തോന്നിക്കുന്ന അയ്യോ അവൻ നശിക്കണേ എന്ന് ആ ഒരു രീതിയിൽ മനസ്സിൽ കിടന്ന് എരിയുന്നത്. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് അങ്ങനെ ആവണമെന്നില്ല. ഉദാഹരണത്തിന് നമ്മുടെ ഉയർച്ചയിൽ അസൂയൊന്നും ഇല്ലാത്ത, നമ്മളോട് വലിയ സ്നേഹത്തിലുള്ള ഒരാളായിരിക്കും നമ്മുടെ അയൽക്കാരൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നമ്മുടെ ഉയർച്ചയിൽ വേറെ അസൂയൊന്നുമില്ല. പക്ഷെ നമുക്കൊരു നല്ലത് വരുന്ന സമയത്ത് അവർ ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കും, ഓ ദൈവമേ, എനിക്കിതിന് പറ്റിയില്ലല്ലോ, അങ്ങനെ ഒരു ഉയർച്ച എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ലല്ലോ. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ മനസ്സിലൊന്ന് ഏങ്ങും. അവർ നമ്മളെ ഒരു രീതിയിലും പ്രാകുകയോ അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയിൽ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അവർ സ്വയം ഒന്ന് വിലയിരുത്തുകയോ അല്ലെങ്കിൽ മനസ്സിലൊന്ന് ഏങ്ങി പറയുകയോ അവർ പോലും അറിയാതെ ചെയ്തെന്നിരിക്കും. ഇത് റിലീസ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് ഊർജം അത് കണ്ണേറായിട്ട് നമ്മെ വന്ന് തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പഴയ ആളുകൾ പറയുന്നത്, നമ്മുടെ വീട്ടിൽ ചില കാര്യങ്ങൾ മറ്റുള്ളവർ കാണുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഹാളിലോ ബെഡ്റൂമിലോ ഒക്കെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് പെട്ടെന്ന് ദൃഷ്ടി എത്തുന്ന രീതിയിൽ വയ്ക്കരുത് എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഏതൊക്കെ വസ്തുക്കളാണ് ദൃഷ്ടി ഒഴിച്ചു നിർത്തി നമ്മൾ വീട്ടിൽ വയ്ക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഇന്നിവിടെ പറയുന്ന വസ്തുക്കൾ പെട്ടെന്ന് ദർശിക്കാൻ പറ്റുന്ന രീതിയിലാണ് വച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് മാറ്റിവെക്കണം. ഈ വസ്തുക്കൾ ഇങ്ങനെ വയ്ക്കുന്നത് നിങ്ങൾക്ക് കണ്ണേറുണ്ടാവാനും ദൃഷ്ടിദോഷം ഉണ്ടാകാനും അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും കാരണമാകും. ഇത് ഞാൻ പറയുന്ന രീതിയിൽ മാറ്റിവെച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ആ വസ്തുക്കൾ? മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്നും നമ്മൾ മാറ്റി വയ്ക്കേണ്ട അല്ലെങ്കിൽ കാണാത്ത രീതിയിൽ വയ്ക്കേണ്ട വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ അരി വയ്ക്കുന്ന പാത്രമാണ്. മഹാലക്ഷ്മി ദേവി വസിക്കുന്ന സ്ഥാനമാണ് അരി വയ്ക്കുന്ന പാത്രം എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മുടെ വീട്ടിലെ അരി സൂക്ഷിക്കുന്ന പാത്രം അല്ലെങ്കിൽ അരിപ്പാത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ വെക്കരുത് എന്നുള്ളതാണ്. അടുക്കളയിൽ വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലും അത് എപ്പോഴും ഒന്ന് ഒതുക്കി വയ്ക്കണം. പെട്ടെന്ന് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണുന്ന രീതിയിൽ വയ്ക്കാനായിട്ട് പാടുള്ളതല്ല. ഇതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അരിപ്പാത്രം എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒന്നാണ്. ഇനി ആരും കാണരുത് എന്ന് പറഞ്ഞതുകൊണ്ട് വൃത്തിഹീനമായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മറച്ചു വയ്ക്കുകയല്ല വേണ്ടത്. വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം. പക്ഷെ പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് കാണുന്ന രീതിയിൽ അത് വയ്ക്കാതെ മറച്ചു വയ്ക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്ത്രീകളുള്ള വീടുകളിലൊക്കെ കൺമഷി, സിന്ദൂരം, കുങ്കുമം ഇവയൊക്കെ ഉണ്ടാവും. പലരും ഇത് ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന് എല്ലാവരും കാണുന്ന രീതിയിലായിരിക്കും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഒരു കാരണവശാലും നിങ്ങളിങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. കൺമഷി ആയാലും സിന്ദൂരമായാലും കുങ്കുമമായാലും ഒക്കെ ഒരു ബോക്സിലാക്കി ആരും കാണാത്ത സ്ഥലത്ത് വയ്ക്കുക. വൃത്തിയായി അടച്ചു വയ്ക്കണം എപ്പോഴും. ചിലര് സിന്ദൂരമൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വെച്ചിട്ടങ്ങ് പോകും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഇതൊക്കെ സൂക്ഷിക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിലൊരു പ്രത്യേക സ്ഥാനം കണ്ടെത്തുക.
ഒരു ചെറിയ ടേബിളിനുള്ളിലോ അങ്ങനെയോ മറ്റോ വയ്ക്കുക. മറ്റുള്ളവർ, പുറത്തുനിന്ന് വരുന്ന മറ്റൊരാള് നിങ്ങളുടെ സിന്ദൂരമോ കൺമഷിയോ ഒക്കെ കാണുന്നത് നിങ്ങൾക്ക് ദോഷം വരുത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം പറയുകയാണ്, നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾ കാണുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള കുഴപ്പവും ഇല്ല. പുറത്തുനിന്ന് വരുന്ന ഒരാള്, അത് അതിഥി ആയിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത ഒരു കാര്യം, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു വസ്തുവാണ് ചൂല് എന്ന് പറയുന്നത്. നമുക്കറിയാം, മഹാലക്ഷ്മിയുമായി ബന്ധപ്പെട്ട വസ്തുവാണ് ചൂല്. എപ്പോഴും കൃത്യമായ സ്ഥാനത്ത് സൂക്ഷിക്കേണ്ട വസ്തുവാണിത്. ഇങ്ങനെ ചൂല് സൂക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പുറത്തു നിന്നൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ചൂല് കാണാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ വരുന്ന സമയത്ത് കാണുന്ന രീതിയിൽ നമ്മൾ ഒരു കാരണവശാലും ചൂല് സൂക്ഷിക്കാനായിട്ട് പാടുള്ളതല്ല. പല വീടുകളിലും കാണാറുണ്ട്, പുറന്തൂക്കുന്ന ചൂലൊക്കെ ചിലർ വീടിന്റെ മുന്നിൽ തന്നെ അങ്ങനെ വയ്ക്കും. വരുന്നവരും പോകുന്നവരും ഒക്കെ കാണുന്ന രീതിയിലായിരിക്കും ഇത് വയ്ക്കുന്നത്. ഇങ്ങനെ കാണുന്നത് നിങ്ങൾക്ക് ദോഷഫലങ്ങളായിരിക്കും സമ്മാനിക്കുന്നത്. നിങ്ങൾ വീടിനുള്ളിൽ ഉപയോഗിക്കുന്ന ചൂലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പുറത്ത് ഉപയോഗിക്കുന്ന ചൂലായിക്കൊള്ളട്ടെ, ഇത് ഏത് തന്നെ ആയാലും മറ്റൊരാളുടെ ദൃഷ്ടി വളരെ പെട്ടെന്ന് പതിയുന്ന രീതിയിൽ ഒരു കാരണവശാലും നമ്മുടെ വീട്ടിലുള്ള ചൂല് വയ്ക്കാൻ പാടില്ല. ഇത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ചൂല് സൂക്ഷിക്കുന്ന സ്ഥാനം ഇതുപോലെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്ന സ്ഥാനമാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിന്നും മാറ്റി സ്ഥാപിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ ധനം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന ഇടമാണ്. നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ ധനം സൂക്ഷിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാകും. അത് ഒരു പെട്ടിയോ അല്ലെങ്കിൽ അലമാരയോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ആയിരിക്കും. ധനം എന്ന് ഉദ്ദേശിക്കുന്നത് പണം മാത്രമല്ല, സ്വർണമായാലും അതുപോലെ തന്നെ വാല്യുബിൾ ആയിട്ടുള്ള എന്ത് ഐറ്റംസ് ആയാലും ധനം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വയ്ക്കുന്ന ആ ഒരു പെട്ടിയായാലും അലമാരയായാലും നമ്മൾ ഹാളിൽ ഒരാൾ വന്നിരിക്കുന്ന സമയത്ത് ഈ ഒരു അലമാര ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു ദർശനം കിട്ടുന്ന രീതിയിൽ ഒരു കാരണവശാലും വയ്ക്കരുത്. ഹാളിൽ ഇരിക്കുന്ന ഒരാൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ധനം സൂക്ഷിക്കുന്ന ആ ഒരു പെട്ടിയായാലും അലമാരയായാലും തുറക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സ്ഥാനം തെറ്റാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ മറ്റുള്ളവര് നിങ്ങളുടെ ധനം സൂക്ഷിക്കുന്ന സ്ഥലം കാണുന്നത് നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാക്കും. അതുവഴി പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞതുപോലെ അലമാര ഹാളിൽ നിന്ന് കാണുന്ന രീതിയിലാണ് തുറക്കുന്നത്. തുറന്നു കഴിഞ്ഞാൽ അതിന്റെ ഉൾഭാഗം ഹാളിൽ ഇരിക്കുന്നവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും അത് മാറ്റിയിരിക്കണം. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പൂജാമുറിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ വീടുകളിലും പൂജാമുറിയോ അല്ലെങ്കിൽ നിലവിളക്ക് വയ്ക്കുന്നതോ ആയിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാകും. പൂജാമുറി ആണെങ്കിൽ ക്ഷേത്ര സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വാതില് അടച്ചിടണം. ഇനി അതിന് ഡോർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കർട്ടനെങ്കിലും സ്ഥാപിച്ച് ആ ഒരു സമയം കഴിഞ്ഞാൽ കർട്ടൻ ഇടണം. പൂജാമുറിയുടെ സമയം കഴിഞ്ഞാൽ, അതായത് നമ്മുടെ രാവിലെ വിളക്കൊക്കെ തെളിയിച്ചു കഴിഞ്ഞ് വിളക്ക് അണച്ച ശേഷം കർട്ടൻ ഇടുക. അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് വീണ്ടും കർട്ടൻ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ വാതിൽ ഓപ്പൺ ചെയ്ത് സന്ധ്യാവിളക്ക് തെളിയിച്ച ശേഷം ഇതും അണച്ചു കഴിഞ്ഞാൽ നമ്മളത് ക്ലോസ് ചെയ്യണം. ഒരു കാരണവശാലും വെളിയിൽ നിന്ന് വരുന്നവർക്ക് നമ്മുടെ പൂജാ റൂമിലെ ആരാധനാമൂർത്തികളുടെ ചിത്രങ്ങളൊക്കെ കാണത്തക്ക രീതിയിൽ വയ്ക്കുന്നത് ശുഭകരമല്ല. ഇതും നമുക്ക് ദോഷഫലങ്ങൾ വിളിച്ചു വരുത്തുന്ന കാര്യമാണ്. ഇനി അതുപോലെ എല്ലാ വീടുകളിലും പൂജാമുറി ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ നിലവിളക്ക് സൂക്ഷിക്കുന്ന ഒരു സ്ഥാനം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് ആ വിളക്കൊന്ന് മൂടി വയ്ക്കുക. അതായത് നിലവിളക്ക് തെളിയിച്ച് അണച്ചു വെച്ചതിന് ശേഷം മൂടി വയ്ക്കുക. വീണ്ടും നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ആ തുണി മാറ്റി എടുത്തുകൊണ്ട് വന്ന് വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് അത് കാണുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ല, ദോഷവുമില്ല. പക്ഷെ അതല്ലാത്ത സമയത്ത് നമ്മുടെ വീട്ടിലെ ആരാധനാമൂർത്തികളെയും അതുപോലെ തന്നെ പൂജാമുറിയും ഒക്കെ മറ്റൊരാൾ കാണുന്നത് ദോഷകരമാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചില പ്രത്യേക ചെടികളുണ്ട്, ചില വാസ്തു പ്ലാന്റ്സ്. ഉദാഹരണത്തിന് ലക്കി ബാമ്പു, മണി പ്ലാന്റ് പോലുള്ളവ. ഈ ചെടികളൊക്കെയും തന്നെ നമ്മുടെ വീടിനുള്ളിൽ സൂക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികൾ തൊട്ടു നോക്കാൻ പാകത്തിന് വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്.
പെട്ടെന്ന് മറ്റാർക്കും തൊടാൻ സാധിക്കാത്ത രീതിയിലായിരിക്കണം ഇതുപോലുള്ള പ്ലാന്റ്സ് നമ്മൾ വയ്ക്കേണ്ടത്. ഇത് കാണുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളുമില്ല. അതായത് പുറത്തു നിന്ന് ഒരാൾ വന്ന് ഇത് കണ്ടു കഴിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ അത് തൊടാൻ പാടില്ല. അവരങ്ങനെ തൊടുന്ന സമയത്ത് അത് ചില ദോഷങ്ങൾ നമ്മളിലേക്ക് വന്നു ഭവിക്കാൻ കാരണമാകും. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ തൊടാൻ പാകത്തിന് ഉള്ള രീതിയിൽ അത് വയ്ക്കാതിരിക്കുക. കാരണം മറ്റുള്ള ചെടികൾ പോലെയല്ല, വാസ്തു ചെടികൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ കൊണ്ടുതരുന്ന ചെടികളാണ്. ആ ചെടി മറ്റൊരാൾ തൊടുന്നത് വഴി നമുക്ക് വിപരീത ഫലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്കൊരിക്കലും നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല ഈ കണ്ണേറ്, പ്രാക്ക് ദോഷങ്ങളൊക്കെ. അത് നമ്മളുടെ ജീവിതത്തെ വളരെ വലിയ രീതിയിൽ ബാധിക്കും. ജീവിതത്തിൽ ഉയർച്ചയിൽ നിന്ന് ഒറ്റയടിക്ക് താഴ്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നു ചേരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ചെറിയൊരു പരിഹാരം കൂടെ ഒന്ന് പറഞ്ഞു തരാം. ഇതിനായിട്ട് നമ്മളൊരു കുപ്പി ഗ്ലാസ് നിറയെ വെള്ളമെടുത്ത് ആ വെള്ളത്തിൽ ഒരു നാരങ്ങ ഇട്ട് വയ്ക്കുക. ഇത് നമ്മുടെ സെൻട്രൽ ഹാളിലോ അങ്ങനെ അതിഥികൾ വന്നു കഴിഞ്ഞാൽ കാണുന്ന രീതിയിൽ വയ്ക്കുക. ഇത് ആഴ്ചയിൽ ഒരു ദിവസം മാറ്റണം. ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കണ്ണേറ്, ദൃഷ്ടിദോഷം പോലുള്ളവ പെട്ടെന്ന് നമ്മുടെ വീടിനെയോ അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവരെയോ ഏൽക്കില്ല എന്നാണ് പറയുന്നത്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള, ശക്തിയുള്ള ഒരു പരിഹാരം തന്നെയാണ്. ചില സമയത്ത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് കണ്ണേറ് ദോഷമൊക്കെ ഏറ്റത് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.